വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഹൈഡ്രജൻ ട്രെയിന് നേരെ ആക്രമണം നടന്നത് എവിടെയാണ്? ഒരു സെക്കൻഡ് ഇതാണ് ഈ മാതൃഭൂമി ഗ്രൂപ്പിൽ വരുന്ന സംഗതികളെല്ലാം എടുത്ത് പറയുന്നുള്ള പ്രശ്നം. ഇത് ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? ഈ ബി ഗോപാലകൃഷ്ണൻ അതിർത്തിയിലൊക്കെ ഉപയോഗിക്കുന്ന പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വെടിവെച്ചാൽ ഈ യുവാക്കൾ ഭയപ്പെട്ടു പോകും, പേടിച്ചു പോകും എന്ന് കരുതിയോ? അല്ല, ഒറിജിനൽ ഗൺ ഉപയോഗിച്ച് വെടിവെച്ച് ഡിവൈഎഫ്ഐക്കാരിലെ 10 പേരെ കൊന്ന ഒരു ഭരണകൂടം ഈ കേരളത്തിലുണ്ടായിരുന്നല്ലോ. അന്ന് ഭയക്കാത്ത യുവജനത ഇന്ന് ഭയക്കുമെന്ന് ആരും വിചാരിക്കുന്നില്ല. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. മാതൃഭൂമിയുടെ ഇന്നത്തെ എഡിറ്റോറിയൽ അഭിലാഷ് മോഹൻ വായിച്ചിട്ടുണ്ടാവും. ഈ സമരം എന്ന് പറയുന്നത് 12 വർഷത്തെ അരാജകത്വ ഭരണം, നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ അരാജകത്വ ഭരണം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ സമരം എന്നാണ്. എന്നിട്ട് ഈ 12 വർഷമായിട്ട് ഒരു വിദ്യാർത്ഥിയും ഇന്ത്യയിൽ സമരം ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. 12 വർഷമായിട്ട് ഇന്ത്യയിൽ അരാജകത്വമാണെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. കേൾക്കാൻ നല്ല രസമുണ്ട്. ഭാരതത്തിൻ്റെ കടക്കണിയിൽ നിന്ന് ഭാരതത്തെ ഇന്ത്യയുടെ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തിയ അഴിമതിരഹിതമായ ഒരു ഭരണം കഴിഞ്ഞ 12 വർഷമായി നടത്തുന്ന ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ട നരേന്ദ്രമോദി സർക്കാരിനെ ഈ എന്താ പറയുക അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അരാജകത്വത്തിൻ്റെ പേര് പറഞ്ഞ് നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കി ഇല്ലാതാക്കാനാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം മനസ്സിലാക്കി കളഞ്ഞല്ല. സമരത്തിൻ്റെ ലക്ഷ്യമൊക്കെ വളരെ വ്യക്തമാണ്. ഞാൻ ഒരു കാര്യം അഭിലാഷ് മോഹനോടും ഈ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള വ്യക്തിയുണ്ടല്ലോ അയാളോടും പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവാണ് നരേന്ദ്രമോദി. ഭയങ്കരം തന്നെ. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് നരേന്ദ്രമോദി. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി സൗഹൃദമുള്ള, ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള, ആത്മീയ ബന്ധമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഞങ്ങൾ അങ്ങോട്ട് തെരുവിൽ ഇറങ്ങിയാലുണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനവും തെരുവിലിറങ്ങിയാലുണ്ടല്ലോ, ഇന്ന് തെരുവിൽ നിന്ന് BJPക്കെതിരെ വെല്ലുവിളിക്കുന്നവർക്ക് തെരുവുണ്ടാവില്ല. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. അപ്പൊ അതുകൊണ്ട് ആ വർത്തമാനമൊന്നും വേണ്ട. വിദ്യാർത്ഥികളുടെ പേരും പറഞ്ഞുകൊണ്ട് എന്തിനാ കാശ്മീരിലെ 370 വകുപ്പ് റദ്ദാക്കണമെന്ന് പറയുന്നത്? ഏത് വിദ്യാർത്ഥിയാ പറയുന്നത്? വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം. ഞങ്ങൾക്കാണ് വലിപ്പം, ഞങ്ങൾക്കാണ് ശക്തി. ബാക്കി തെരുവിലിറങ്ങുന്ന ആളുകളെയൊക്കെ അങ്ങ് നിഷ്കാസനം ചെയ്ത് പറയാം. അത്രേ ഉള്ളൂ. അല്ല അഭിലാഷ് മോഹൻ, ഞാൻ പറയട്ടെ, ഇനിയും പറയും ഞങ്ങൾ പറയും. അതത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കും, എഴുതേണ്ടടുത്ത് എഴുതും, ഇനി എഴുതും. ആ എഴുതിയവരോട് പറഞ്ഞേക്ക് നിങ്ങൾ എഴുതിയല്ലോ, ഞാൻ പറയല്ലേ ഇനി എഴുതുന്നു. ഇന്ത്യയിൽ നടക്കില്ല, മനസ്സിലേ? എഡിറ്റോറിയൽ എഴുതല്ലോ പറയുമെന്ന്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇന്ത്യയിൽ അതൊന്നും നടക്കൂല അഭിലാഷേ. അല്ല, അത് ശ്രീ ഗോപാലകൃഷ്ണൻ ഇന്ത്യയാണ്. അത് ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? കേരളത്തിന്റെ ചരിത്രത്തിൽ ജയിലിൽ ഇരുന്നുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, KP കേശവമേനോൻ. അത് ഇന്ത്യ രാജ്യം ഈ തരത്തിലാവുന്നതിന് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, അന്ന് പൊന്നുതമ്പുരാനായിരുന്നു നാട് ഭരിച്ചിരുന്നത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. പൊന്നുതമ്പുരാൻ നാട് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മനുഷ്യർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് എല്ലാ നിരത്തിലൂടെയും നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാലത്ത് മനുഷ്യന്മാർക്ക് നാട്ടിലൂടെ നടക്കാൻ കഴിയാത്ത നാട്ടിൽ ജയിലിൽ കിടക്കുന്നതാണ് അതിനേക്കാൾ ബെറ്റർ, അതിനേക്കാൾ ഭേദം എന്ന് പറഞ്ഞ് KP കേശവമേനോൻ ജയിലിൽ കിടന്ന് മാതൃഭൂമിക്ക് വേണ്ടി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ചരിത്രമുണ്ട്. എല്ലാ തരത്തിലുള്ള സ്വേച്ഛാധിപത്യങ്ങൾക്കെതിരെയും എല്ലാ തരത്തിലുള്ള അസ്വാതന്ത്ര്യങ്ങൾക്കെതിരെയും എവിടെ പോണു? വെള്ളം കുടിക്കണം. എഡിറ്റോറിയൽ എഴുതും. ഇപ്പോൾ എഴുതിയിട്ടുണ്ട്, മുമ്പ് എഴുതിയിട്ടുണ്ട്, ഇനി എഴുതും. അക്കാര്യത്തില് പ്രത്യേകിച്ച് ഇനി നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ കാര്യത്തില് ഈ കുട്ടികളുടെ സമരം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറ. നടക്കുവോ? പറ്റുവോ? നിങ്ങളുടെ വിദ്യാർത്ഥി സമരത്തേക്ക് പറയാം. വിദ്യാർത്ഥികളുടെ സമരമാണോ? വിദ്യാർത്ഥികളുടെ സമരം തന്നെയാണോ അവിടെ നടക്കുന്നത്? എനിക്ക് ചെറിയ അത്ഭുതം. എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ചില ഇൻഫർമേഷൻസും ഇപ്പോഴത്തെ പുതിയ ചില വെളിപ്പെടുത്തലുകളും വെളിയിൽ വന്നിട്ടുണ്ട്. വായിക്കാത്തൊരു ബോംബിടാ ആളില്ലാതായി പോലെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം, ഞാൻ ഒന്നാമത് ചോദിക്കുക,
ഇവിടെ വന്നിട്ടുള്ള അഭിലാഷ് മോഹൻ അടക്കം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്തിനാണ്? ഞാൻ ഇതിന്റെ ഒരു കാരണം ഒന്ന് പറയാം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. തീർന്നോട്ടെ. നീറ്റ് എക്സാം എനിക്ക് കുളമായി മനസ്സിലാവും. 2 തവണ നടത്തേണ്ടി വന്നു. രാജ്യത്ത് 23 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. CBSE പരീക്ഷ കുളമായി. CBSEയുടെ 12ാം ക്ലാസ് മൂല്യനിർണ്ണയം നാശമായി. ഞാൻ കളിക്കൂല പിടിപിടി. അങ്ങനെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖല കുളം തോണ്ടി. അപ്പൊ അതിനൊരാൾ അക്കൗണ്ടബിൾ ആവണ്ടേ? ഒരാൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. അത്രേ ഉള്ളൂ. അയ്യോ എനിക്കിപ്പോ ബോധം പോകും. ഇന്ത്യയിലെ കഴിഞ്ഞ 20 വർഷമായിട്ട് എത്രയോ പ്രാവശ്യം നീറ്റ് അല്ലെങ്കിലും നീറ്റുമായി തത്തുല്യമായി ബന്ധപ്പെട്ട പല പരീക്ഷകളിലും ഇതുപോലെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ കാര്യങ്ങൾ സംഭവിച്ചപ്പോഴൊന്നും ഇത്തരം സമരങ്ങളോ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനോ ഒന്നും അല്ലെങ്കിൽ മന്ത്രിമാർ രാജിവെക്കണമെന്നൊന്നും ആരും അന്ന് പറഞ്ഞ് വലിയ ബഹളമൊന്നും വെച്ചിട്ടില്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. അല്ല മനുഷ്യനും അടുക്കില്ലേ? 154 തവണ പേപ്പർ ലീക്കായി. മനുഷ്യർക്ക് സഹനശക്തിയില്ലേ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പേപ്പർ ലീക്കാക്കാറുണ്ട്. പിന്നെ ഇപ്പൊ ലീക്കായാൽ മാത്രം എന്താ കുഴപ്പമെന്നാണോ? എന്റെ ചങ്ങാതി കഴിഞ്ഞ 20 വർഷമായിട്ട് എത്രയോ തവണ ലീക്ക് ഉണ്ടായി. ഈ ഇപ്പൊ കഴിഞ്ഞ PSC തെരഞ്ഞെടുപ്പ് കേരളത്തില് PSCയുടെ അതായത് മറ്റേ ഇതല്ലടാ ഇതോ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ലീക്ക് ഉണ്ടായില്ലേ? കർണാടകയിൽ ഉണ്ടായില്ലേ? നോൺ കോൺഗ്രസ് ഗവൺമെന്റ്സിന്റെ 182 പ്രാവശ്യം ഇന്ന് അത് ദേശീയ മാധ്യമം വെളിയിൽ വിട്ടിട്ടുണ്ട്. ആഞ്ജനേയ സ്വാമി. 118 പോലീസുകാരെയാണ് സാർ ആക്രമിച്ചിരിക്കുന്നത്. ഇത് പോലീസുകാരെ ആക്രമിച്ച പോലീസുകാർ ഉമ്മ വെക്കോ? ആദ്യം ആരാ ആക്രമിച്ചത്? അതൊക്കെ ഒരുപാട് വീഡിയോ ഇപ്പോ മാർച്ചിലേക്ക് സോഷ്യൽ മീഡിയയിൽ ധാരാളം വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അതെ, എനിക്ക് തോന്നുന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്ന വീഡിയോ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പെൺകുട്ടി അതിഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്നു. അഭിലാഷ് മോഹൻ നമ്മൾ അത് പറഞ്ഞ് തർക്കിക്കരുത്. പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ പറയാമോ? ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിക്കാം. ഒരൊറ്റ കാര്യം ചോദിക്കാം. ഹൈഡ്രജൻ ട്രെയിൻ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ. എന്താ ഈ ഹൈഡ്രജൻ ട്രെയിൻ കല്ലെടുത്ത് എറിഞ്ഞ് എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയതാരാ? വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ ആക്രമണം നടന്നത് എവിടെയാണ്? ഒരു സെക്കൻഡ് സാർ, ഇതാണ് ഈ വാട്സ്ആപ്പ് ചാവിപ്പട ഗ്രൂപ്പിൽ വരുന്ന സംഗതികളെല്ലാം എടുത്ത് പറയുമ്പോൾ പ്രശ്നം ഇത്. ഈ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞത് എവിടെയാ? ഹൈഡ്രജൻ ട്രെയിനിനെതിരെ കല്ലെറിഞ്ഞത് എവിടെയാ? നീ അറിഞ്ഞ ഞാൻ പെട്ടു. അത് പാറ്റ്നയിലാണ്. അതെപ്പോ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ? ഒരു സെക്കൻഡ് സാർ, അതൊന്നും ഡൽഹിയിലെ സമരവുമായി ബന്ധപ്പെട്ട് നടന്നതല്ല. ഡൽഹിയിലെ സമരവുമായി ബന്ധപ്പെട്ട് നടന്നതല്ല ഈ ഹൈഡ്രജൻ ട്രെയിനിന്റെ ആക്രമണം. ഡൽഹിയിലെ 118 പോലീസുകാർ ഇടവേളയിലേക്ക് പോകുന്ന ഒരു കാര്യം പറയാനുണ്ട്. ഹൈഡ്രജൻ ട്രെയിനിന്റെ കാര്യം. ഒരു ഏതോ ഒരു പ്രത്യേക പോലീസിലേക്കാണോ തോന്നുന്നു, ഒരു റിക്രൂട്ട്മെന്റ് പരീക്ഷ നടക്കുന്ന ദിവസം ട്രെയിൻ വൈകിയത് കൊണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് സമയത്ത് പരീക്ഷയ്ക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് അതിന് രോഷാകുലരായ ആളുകൾ ഈ ഉറക്കം വരുന്നു. പാറ്റ്നയിൽ ബീഹാറിൽ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ കുറച്ചു നാൾ മുമ്പത്തെ കല്ലേറിന്റെ വിഷയമാണ്. ഡൽഹിയിലെ കുട്ടികൾ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞു, ഹൈഡ്രജൻ ട്രെയിൻ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല. ഡൽഹിയിലെ സമരം ചെയ്ത വിദ്യാർത്ഥികൾ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ ആക്രമണം നടത്തിയിട്ടില്ല. അത് ബീഹാറിൽ കുറച്ചു ദിവസം മുമ്പ് നടന്ന കാര്യമാണ്. തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിൽ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. 63 വാഹനങ്ങളാണ് തകർത്തത്. ഹൈഡ്രജൻ ട്രെയിനില്ലേ? 63 വാഹനങ്ങളാണ് ഡൽഹിയിൽ തകർത്തിരിക്കുന്നത്. അഭിലാഷ് മോഹൻ, പോലീസ് തന്നെ തകർക്കുന്ന വിഷയമുണ്ട്. പോലീസ് രാത്രി കൊണ്ട് കണ്ണാടി കുത്തിപ്പൊട്ടിക്കുന്ന വിഷയമുണ്ട്. പോലീസ് രാത്രി കൊണ്ട് കണ്ണാടി കുത്തിപ്പൊട്ടിക്കുന്ന വിഷയമുണ്ട്. സാധാരണക്കാരുടെയും 63 വാഹനങ്ങളാണ് തകർത്തത്. 63 വാഹനം ആര് തകർത്തു? അതൊക്കെ അന്വേഷിക്കണം. അന്വേഷിച്ച് വന്നാൽ മനസ്സിലാവും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.